നിങ്ങളെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി തോന്നാറുണ്ടോ? എങ്ങനെ ഈ മാനിപ്പുലേറ്റേഴ്സ് ചിലരെ സെലക്ട് ചെയ്യുന്നു? അവരെങ്ങനെ അവരുടെ ടാർഗറ്റ്സിനെ ട്രാപ്പ് ചെയ്യുന്നു? നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം. ഈ മാനിപ്പുലേറ്റേഴ്സ് അവരുടെ ടാർഗറ്റ്സിനെ വെറുതെ ചൂസ് ചെയ്യുന്നതല്ല. അവർ ചില ക്വാളിറ്റീസ് നോക്കും. അവർക്ക് മുതലെടുക്കാൻ പറ്റുന്നത് അതുള്ളവരെ മാത്രമാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവർ കോമൺ ആയി യൂസ് ചെയ്യുന്ന ചില ട്രിക്സ് ഉണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല ഇൻഫർമേഷണൽ വീഡിയോസിലും വരുന്നതാണ്. ഗ്യാസ് ലൈറ്റിംഗ്, ലവ് ബോംബിംഗ്, അല്ലെങ്കിൽ പ്ലേയിങ് ദ വിക്ടിം, പിന്നീട് ട്രാങ്കുലേഷൻ, അതായത് ഒരു തേർഡ് പേഴ്സണെ കൊണ്ടുവരുന്നത് ടു മേക്ക് യു ഫീൽ ഇൻസെക്യൂർ, അല്ലെങ്കിൽ സേഫ് അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യാനായിട്ട്. ഇതൊക്കെ മാനിപ്പുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ചെറിയ ട്രിക്കുകളാണ്. ഇനി അവരെങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, അവരുടെ പ്രയോറിറ്റി കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സദസ്സിൽ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു അല്പം റൂഡായി പെരുമാറി, അപ്പോൾ നിങ്ങൾ പറയണോ ഇറ്റ്സ് ഫൈൻ, ഐ എം ഫൈൻ എന്ന് നോക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കൺഫ്രണ്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടെ റൂഡായിട്ട് പെരുമാറിയാലും കുഴപ്പമില്ല എന്നുള്ളത് അവർ നിങ്ങളെക്കുറിച്ച് ജഡ്ജ് ചെയ്യുകയാണ്. സോ പീപ്പിൾ ഹു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്. രണ്ടാമത്തെ ക്വാളിറ്റിയാണ്, അവർ നിങ്ങളുടെ ബൗണ്ടറീസിനെ പതുക്കെ പതുക്കെ ടെസ്റ്റ് ചെയ്യും. അതിൽ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എന്തെങ്കിലും സാധനം അവർ വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് മിനിറ്റ് അത് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് അവർ ചെക്ക് ചെയ്യുകയാണ് നിങ്ങൾ അതുമായിട്ട് ഓക്കെ ആണോ എന്ന്. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഡു സംതിങ് ബിഗർ. നിങ്ങളുടെ ബൗണ്ടറീസിനെ അവർ കോൺസ്റ്റൻ്റ്ലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 3, നിങ്ങൾ എംപത്തറ്റിക് ആണോ? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഇതൊക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അനുകമ്പയുള്ളവരാണോ എന്ന് അവർ ശ്രദ്ധിക്കും. എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 4, പീപ്പിൾ ഹൂ സെൽഫ് ഡൗട്ട്. അവനവനിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടോ കാര്യങ്ങൾ? എന്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ ഉടനെ സോറി പറയുക, അയ്യോ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ്, അതായത് കൈൻഡ്നെസ്, എംപതി, ഇതൊന്നും മോശം ക്വാളിറ്റി അല്ല, ഇതൊന്നും ഒരാളുടെ വീക്ക്നെസ് അല്ല. ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് ആണ്. എവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലാണ്. സോ ഓൾവേസ് ബി അവെയർ ഓഫ് യുവർ ബൗണ്ടറീസ്, കീപ് ദം ഹൈ. എവിടേക്കാണോ ബൗണ്ടറീസ് ഹൈ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അവിടെ ഹൈ ബൗണ്ടറീസ് തന്നെ സെറ്റ് ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ.